ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. കുറച്ച് ദിവസമായി പോയിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു റിസോർട്ടിൽ നമ്മുടെ കസിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫൺ. എപ്പോഴും വീട്ടിൽ നിന്ന് ഒരു കേക്ക് അപ്പോൾ ഇപ്രാവശ്യം പുറത്തുനിന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫാമിലി ഫുള്ളുണ്ട്. ഒരു ട്രാവലർ പിടിച്ചിട്ട് നമ്മൾ ട്രാവലറല്ല ബസ്സിന് ഒരു മിനി ബസ് പിടിച്ചിട്ട് നമ്മൾ ഒരു റിസോർട്ടിലേക്ക് ഹോളിസ്റ്റിക് സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലേക്ക് പോവുക ചെയ്തത്. പൈതൽ മലയൊക്കെ അറിയുന്നവർക്ക് ഏകദേശം അറിയായിരിക്കും. അതിൻ്റെ കുറച്ചടുത്ത് തന്നെയായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ബസ്സിൽ കയറി കുറച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ചില്ല് ചെയ്തിട്ട് നമ്മളവിടെ എത്തി. ഇതാ ഒരു എന്താ പറയുക, കുന്നും മലയും കാടും ഒക്കെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നല്ലൊരു പീസ്ഫുൾ മൈൻഡ് കിട്ടും നമുക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഫസ്റ്റ് നമ്മൾ പോയിട്ട് നമ്മൾ കയ്യിലൊരു ബാഡ്ജ് അവരിട്ട് തരും. പിന്നെ നമ്മളതൊക്കെ ഇട്ട് ഒരു എന്താ പറയുക, ഒരു സ്ഥലത്ത് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് ഈ സ്ഥലത്തേക്കാണ് വരില്ല. ഒരു കൂടാരം പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരുന്ന് കഴിഞ്ഞാലും നല്ല രസമാണ്. ബ്രേക്ക് ടൈമൊക്കെ അവിടെയാണ്, ചായയും കാപ്പിയൊക്കെയാണ് അവിടെ നിന്നാണ് കുടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇതാ ഇങ്ങനെ അവിടെ കുറച്ച് ഗെയിമിങ് സെക്ഷൻസ്, അതായത് ഇപ്പോൾ കണ്ടില്ലേ വലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുക, പിന്നെ കിഡ്സിന് തുള്ളി കളിക്കുന്ന സംഭവം, പിന്നെ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ബാറ്റും പോക്കൊക്കെ അവിടെ ഉണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓഫ് റോഡ് ജീപ്പ് റൈഡിന് പോയി. നല്ല രസമായിരുന്നു കേട്ടോ ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ആളായിട്ടാണ് പോവുക. ഇത് നമ്മളിവിടെ വന്ന ആൾക്കാർ തന്നെ നമ്മൾ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. നല്ല രസമായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പോയ വഴി അതാണെങ്കിലും തിരിച്ച് വന്ന വഴി ഇതാണ് കേട്ടോ. നല്ല അടിപൊളി റോഡ്. അപ്പോൾ തിരിച്ച് നല്ല സൂപ്പറായിട്ട് വന്നു. തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വേറെ വഴി ഉണ്ടായിരുന്നു, സിപ്പ് ലൈനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ മോൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ ഇതാ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി വിശ്രമിക്കുകയാണ് ഇവിടെ. അങ്ങനെ ചെറിയൊരു ഊഞ്ഞാലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, 2-3 ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഓർഗാനിക് ഫാമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചുറ്റി കണ്ടു. അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണാനില്ല. ഇടയ്ക്ക് വെച്ച് എൻ്റെ ഫോണിൽ നിന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. ഉള്ള വീഡിയോ ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത്, വ്ളോഗാണിത്. അപ്പോൾ എന്നിട്ട് നമ്മളതൊക്കെ കണ്ടതിന് ശേഷം വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്കൊക്കെ പോകണം. കുറച്ച് ഭീകരമായിരുന്നു കുട്ടികളൊക്കെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഒന്നും കുഴപ്പമില്ല, താഴെ വരെ പോയി. ഇത് താഴെ എത്തുന്നതിന് മുന്നിലുള്ളൊരു സ്റ്റെപ്പാണ്. വേണമെങ്കിൽ ഇവിടെ തന്നെയാണ് വേണ്ടവർക്ക് താഴെ പോകാനുള്ളൊരു ഇതാണ്. താഴെ പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് താഴെ എത്തിയിട്ടുള്ളൊരു കുളിച്ച്. ഇത് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇവർക്കിതാ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി പോകുന്നത്. നല്ല തണുപ്പ് ഉണ്ട് വെള്ളത്തിന്. പിന്നെ ലഞ്ച് ടൈമായി. നമ്മളെല്ലാവരും ലഞ്ചൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഇത് നോൺ വെജാണ് മീലായിട്ട് ഇവിടെ വരുന്നത്. നോൺ വെജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി അങ്ങനെയൊന്നുമല്ല, ഞങ്ങളങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു സദ്യ പോലെ എന്താ പറയുക, ചോറും വറവും കൂട്ടുകറിയും അവിയലും പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നോൺ വെജ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ പീസ് പൊരിച്ചതായിരുന്നു അവർ തന്നത്. കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് നോൺ വെജ് മീൽ എന്നൊക്കെ കണ്ടിട്ട് പ്രതീക്ഷിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ആയിരുന്നു. അതിന് ശേഷം അത് ഫുഡൊക്കെ കഴിച്ചിട്ട് സ്വിമ്മിങ് പൂളിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി, എല്ലാം നല്ലൊരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് കിട്ടും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ. നല്ല സൂപ്പർ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ സ്വിമ്മിംഗ് പൂൾ നമ്മൾ അമീബേനെ പേടിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിലൊന്നും നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. കാരണം ആ ഒരു സിറ്റുവേഷൻ ആണല്ലോ. ഇവർ ക്ലോറിൻ ചെയ്തിട്ടുണ്ടോയെന്നോ ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ നിന്നിച്ചില്ല. വെറുതെ എന്തിന് പണി വാങ്ങുന്നത്.
അങ്ങനെ അവിടെ കുറച്ച് വിശ്രമിച്ച് ഇവർ കുറച്ച് റീലൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ ഇത് ക്യാമ്പ് ഫയറാണ്. ഇവിടെ 5:30 വരെ, രാവിലെ 9 തൊട്ട് 5 വരെ, 5:30 വരെ അങ്ങനെ ഉള്ളൂ. അതിലിടയ്ക്ക് ഇതൊക്കെ നമുക്ക് കവർ ചെയ്യണം. എന്നാലും നമ്മൾ 6:30 ഈ ക്യാമ്പ് ഫയറിൻ്റെ ഉള്ളിൽ നിന്ന് 6:30 ഒക്കെ ആയിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടൊക്കെ വെച്ച് എല്ലാവരും കൂടെ നമ്മളെ കസിൻസും എന്താ പറയുക അപ്പന്മാരും എല്ലാവരും, ഏഞ്ചിമാരൊന്നും ഡാൻസ് കളിക്കാൻ വന്നില്ല കേട്ടോ. അപ്പന്മാരൊക്കെ കൂടിയിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒത്തൊരുമയായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. അതിലിടയ്ക്ക് പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം. എല്ലാവരും കൂടെ അടിപൊളിയായിരുന്നു. കസിൻസ് ഫുൾ ഫാമിലി ടൂറായിരുന്നു. നല്ലൊരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് അപ്പന്മാരും ആൻറ്റിമാരും മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി കുറേ പേരുണ്ട്. അവരെല്ലാം കൂടെ അടിച്ച് പൊളിച്ച് ഡാൻസും പാട്ടൊക്കെ പാടി നമ്മൾ തിരിച്ചു വന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.